എന്തുകൊണ്ട് കർണന്റെ കഥ റെസനേറ്റ് ചെയ്തു? എന്തൊരു പെയിൻ ഉള്ള കഥയല്ലേ. ഒരാൾ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചെയ്തതെല്ലാം ഇപ്പൊ എല്ലാം ന്യായങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാളെ പക്ഷെ എല്ലാ സ്ഥലത്തും ചതിക്കപ്പെട്ട് ഞാൻ ഇല്ലാണ്ടായി പോകുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ബേസിക്കലി നമുക്ക് ഈ നന്മ എന്നൊക്കെ പറയുന്ന കാര്യത്തിന്റെ ഒക്കെ അതൊക്കെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാൻ ഏറ്റവും നല്ല കഥകളിലൊന്നാണ് കർണൻ എന്നാണ് എൻ്റെ വിശ്വാസം. രാജേഷ് മാധവൻ എന്ന് പറഞ്ഞ ഈ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം ഈ കർണനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് തികച്ചും വാസ്തവാവിരുദ്ധമാണ്. വ്യാസഭാരതത്തിൽ കർണൻ എന്ന് പറയുന്നത് വളരെ ദുഷ്ടത്തരങ്ങളും ചതിയും വഞ്ചനയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുര്യോധനെ പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളിലെല്ലാം പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ അധർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ടും ദുര്യോധനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മഹാഭാരതത്തിൽ ഈ വ്യാസഭഗവാൻ കർണനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചിട്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള നോവലുകളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ബംഗാളിലെ വലിയൊരു എഴുത്തുകാരനായിട്ടുള്ള ശിവാജി സാവന്ത് എന്ന് പറയുന്ന ഒരാൾ കർണൻ എന്നുള്ള പേരിൽ തന്നെ മൃത്യുഞ്ജയ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്, ആ നോവലിലൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൽ കർണനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതാണ് യഥാർത്ഥത്തിലുള്ള വ്യാസഭാരതത്തിലുള്ള കർണനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹവും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള ആ മഹാഭാരതത്തിലെ കഥാപാത്രമായിട്ടുള്ള കർണൻ ഒരു വില്ലനാണ്, വില്ലൻ കഥാപാത്രമാണ്.